ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ആ വീഡിയോ ഒന്നും തന്നെ ഇട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വർക്ക് വന്നായിരുന്നു കേട്ടോ. ദാണ്ട് ഈ ഒരു ത്രെഡിൻ്റെ ചിലങ്കയുടെ ഒരു വർക്ക് വന്നായിരുന്നു. അപ്പോൾ അതുകൂടെ വന്നിട്ട് അതിൻ്റെ മേക്കിംഗ് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ എടുക്കുന്നത് മാക്രൈമിൻ്റെ ത്രെഡല്ല, കുറച്ചുകൂടെ കട്ടിയുള്ള ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും. അതില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് ശരിക്കും ഒരു അർജൻറ്റ് ഓർഡർ ആയിരുന്നു. ഞാൻ അങ്ങനെ ഈ കസ്റ്റമൈസേഷൻ വർക്കുകളൊന്നും തന്നെ ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല, വേറെ ബ്രാൻഡ്സിൻ്റെ ഒന്നും. ഇതിപ്പോൾ അവർക്ക് അർജൻറ്റാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ നല്ല നീളത്തിൽ നമ്മൾ ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു കെട്ട് കെട്ടിയിട്ട്, എനിക്കത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല, നിങ്ങൾ കണ്ടു നോക്കുക. കാണുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവുമായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഈ സ്ലോയിലിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് അതെങ്ങനെയാണ് അത് കയറ്റി ഇടുന്നതെന്നുള്ള, എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ കുറേ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ നോക്കി ഇതിൻ്റെ ചിലരാണെങ്കിൽ ഈ കാലയിൽ വെച്ച് വലിച്ച് കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. ചിലരാണെങ്കിൽ ഇങ്ങനെ കതകിൻ്റെ ജനലയിലും തൂണയിലൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ചില വീഡിയോസിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കെട്ടുന്നത് കണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ത്രെഡിൻ്റെ നമ്മൾ നല്ല നീളത്തിൽ ത്രെഡ് കട്ട് ചെയ്തെടുക്കും. ഇതിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എൻ്റെ കാലിൻ്റെ ലെങ്ത് അനുസരിച്ചായിട്ട് ഒരു 21 ചിലങ്കയാണ് നമ്മളിവിടെ ഇടുന്നത്. നോർമലി നമ്മൾ വാല ഉണ്ടാക്കുന്ന സൈസ് ചിലങ്ക എടുക്കാം, അല്ലെങ്കിൽ അതിലും വലിയ ടൈപ്പ് ചിലങ്കയുണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ചിലങ്കയും ഈ ഒരു മാക്രീം ത്രെഡ് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എവിടുന്നോ വാങ്ങിച്ചതാണ്, പണ്ട് വാങ്ങിച്ചതാട്ടോ. അതിൻ്റെ യൂസ് എനിക്ക് ഇപ്പോഴാണ് വന്നത്. അപ്പം ഇങ്ങനെ പണ്ട് വാങ്ങിച്ച കുറേ സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. യൂസ് ഇല്ല ഒരുപാട് സാധനങ്ങൾ എൻ്റെ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ പിന്നെയാണ്, അന്ന് ചുമ്മാ ഇങ്ങനെ കാണുന്നതെല്ലാം ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് അതിൻ്റെ ആ ഒരു പോയിൻ്റ് പിടിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5 പെയറായിരുന്നു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇതിപ്പം നമ്മൾ വേണമെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റഡ് ആയിട്ടൊക്കെ കെട്ടാൻ കേട്ടത്. ഇപ്പോൾ എൻ്റെ കാലിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തോളാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു കെട്ട് പഠിച്ചെടുക്കാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടി. കാരണം അത് ഇച്ചിരി പാടാട്ടോ. നമുക്കത് ചിലർക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും. 1-2 തവണ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചെടുത്തത് തന്നെ. പിന്നെ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓണം സെയിലൊക്കെ ഇങ്ങനെ നടന്ന് ഞാനിങ്ങനെ കുറച്ച് പോസ്റ്റുകളെ ഇങ്ങനെ ഇടാറുള്ളൂ കേട്ടോ. ഒന്നാമത് എനിക്ക് ഭയങ്കര മടിയാണ്, അത് വേറൊരു കാര്യം. അപ്പം കിട്ടുന്ന വർക്കുകളൊക്കെ നമ്മൾ പിടിക്കാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ പോസ്റ്റലിൻ്റെ സെർവറും ഡൗൺ ആയതുകൊണ്ട് അതുവഴി നമുക്കൊട്ട് അയക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. DTDC വഴിയാണ് അയക്കുന്നത്. അപ്പം നമ്മുടെ 5 പെയറിൻ്റെയും നമ്മൾ സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ബായ്.